തട്ടങ്ങൾ അപ്പുറത്തെ ആ സൈഡിൽ അതുകൊണ്ട് പിന്നെ വിഷയമല്ല, ആൾക്കൊന്നും പ്രശ്നമില്ല. നമുക്ക് എത്ര വേണേലും എവിടെ വേണേലും തരാം, പിന്നെ വിഷയം. കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മുബിന് വേണ്ടിയുള്ള തെരച്ചിൽ തൽക്കാലമായി ഇവിടെ നിർത്തുകയാണ്. വലിയ മഴവെള്ളപ്പാച്ചിലാണ് നമ്മുടെ കുരുത്തിച്ചാലിൽ കുന്തിപ്പുഴയിലൂടെ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് നാളെ കാലത്ത് 6 മണിക്ക് തന്നെ തെരച്ചിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ്, നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് ഇവിടെ ഉണ്ട്. നാളെ കാലത്ത് 6 മണിക്ക് മുതൽ ഇവരുടെ എല്ലാവരുടെയും സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നമ്മുടെ പോത്തൊഴിക്കാവ്, കുളപ്പാടം പ്രദേശത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നാട്ടുകാരുടെ വലിയൊരു തെരച്ചിൽ നടക്കുന്നുണ്ട്. വലിയ ഈ മഴക്കാലം ആകുമ്പോൾ ഇത്തരം അപകടങ്ങൾ പതിവാണ്. പല സമയത്തും ഈ സന്ദർശകരോട് നിരന്തരം നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഈ മഴക്കാലം ഈ സമയത്തൊക്കെ സന്ദർശകരെ വിലക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ സമയങ്ങളിലൊക്കെ അത് നിയന്ത്രിക്കലുണ്ട്. കഴിഞ്ഞ 22-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കലക്ടറെ കണ്ട് ഇവിടെ സന്ദർശന വിലക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് ഇടണമെന്ന് നമ്മൾ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. എന്തായാലും നാളെ കാലത്ത് 6 മണിക്ക് ഈ കുട്ടീനെ തെരച്ചിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഏകദേശം ഒരു 6 മണി സമയത്താണ് സംഭവിക്കുന്നത്. ഇത് ഈ സംഭവം നടക്കുമ്പോൾ മൈലാമ്പാടത്ത് ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി വന്നിരുന്നു. അതറിഞ്ഞ ഉടനെ ബന്ധപ്പെട്ട ഫയർ സ്റ്റേഷനെയും മറ്റുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ച് തെരച്ചിൽ ആരംഭിക്കാനുണ്ടായത്. അവർ 9 അംഗ സംഘമാണ്. ഷർണൂർ സ്വദേശികളാണ്. കൈലിയാട് എന്ന സ്വദേശത്തു നിന്നാണ് അവർ വരുന്നത്. എന്തായാലും ആ 9 അംഗ സംഘത്തിലെ മുബിൻ എന്ന ഒരു 25 വയസ്സുള്ള യുവാവാണ് ഒഴുക്കിൽപ്പെട്ടത്. അപ്പോൾ ഒറ്റപ്പാല മേഖലയിലുള്ള നമ്മളെ ഫയർഫോഴ്സിനൊന്ന് വിവരം അറിയിക്കുകയാണെങ്കിൽ അവരവിടെ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ നമുക്കൊന്ന് ഉപകാരപ്പെടും. കാരണം വലിയ വെള്ളപ്പാച്ചിലാണല്ലോ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിവിൽ ഡിഫൻസിൻ്റെ ഒക്കെ നമുക്ക് ബന്ധപ്പെടും. നാളെ 6 മണിക്ക് തന്നെ നമുക്ക് സംവിധാനം ചെയ്യാം. പെൺകുട്ടി ഇതേപോലെ ഒരു അപകടത്തിൽ പെടുകയുണ്ടായി. അന്ന് ഈ മറ്റേ വെള്ളത്തിൻ്റെ വർക്ക് നടത്തുന്ന ആളുകളാണ് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഇനി അപകട മേഖല കുറേ കാലങ്ങളായിട്ടുണ്ടാകുന്നത്. ഒരു 15ഓളം ആളുകളാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മുടെ ഈ മഴക്കാലമാകുമ്പോൾ ഇതൊരു തുടർ സംഭവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ 15ഓളം യുവാക്കളാണ് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞിട്ടുള്ളത്. ഈ ഒരു വർഷകാലം ആകുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കലക്ടറിൻ്റെ ഉത്തരവ് നമ്മൾ വരുത്താറുണ്ട്. ഇവിടെ സന്ദർശന വിലക്ക് നമ്മളിപ്പോഴും ഈ 2 ആഴ്ച മുന്നേ ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നു. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നു. എന്തായാലും ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ടൊരു കീപ്പറെ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. നമ്മളെ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നിയമിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്ന കുട്ടികളെ 9 അംഗ സംഘത്തെ അവിടെ തടഞ്ഞു നിർത്തുകയും അവരുടെ വണ്ടി അവിടെ നിർത്തി അവിടേക്ക് പോകരുത് എന്ന് ആവശ്യപ്പെട്ടു. എന്നാലും ആ വിലക്ക് മറികടന്നുകൊണ്ടാണ് ഈ കുട്ടികൾ അവിടെ പോയത് എന്നുള്ളതാണ് ഭയങ്കര നിർഭാഗ്യകരമായ ഒരു കാര്യം എന്നുള്ളത്. ഇതിൽ പോലീസിന് അഹംഭാവമുണ്ടോ? പോലീസ് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട CIയും DYSP ഉൾപ്പെടെ ആൾക്കാർക്ക് കൃത്യമായിട്ട് നമ്മളിവിടെ ഒരു ചെക്ക് പോസ്റ്റിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.